ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരളത്തിന് എക്കാലവും ഒരു സവിശേഷ സ്ഥാനമുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ കേരളം നൂറ്റാണ്ടുകൾക്ക് മുൻപേ ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. അറബികളും ചൈനക്കാരും റോമക്കാരും വ്യാപാരത്തിനായി ഇവിടെ എത്തിക്കൊണ്ടിരുന്നു. 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കടൽമാർഗം യൂറോപ്യന്മാർ കേരളത്തിന്റെ തീരങ്ങളിലെത്തിത്തുടങ്ങി. 1498-ൽ വാസ്കോഡഗാമ കാപ്പാടെത്തിയതോടെ ഒരു പുതിയ അധിനിവേശ യുഗത്തിന് തുടക്കമായി. പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും പിന്നാലെയാണ് ബ്രിട്ടീഷുകാർ ഈ മണ്ണിലേക്ക് കണ്ണുവെക്കുന്നത്. വെറുമൊരു കച്ചവടസംഘമായി എത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി പിന്നീട് എങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളെ മാറ്റിമറിച്ചു എന്നത് അത്ഭുതകരമായ ഒരു ചരിത്രമാണ്. വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിലൂടെ അവർ 1644-ൽ വിഴിഞ്ഞത്ത് ഒരു ചെറിയ 1615-ൽ ക്യാപ്റ്റൻ കീലിംഗിന്റെ നേതൃത്വത്തിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ കപ്പലുകൾ ആദ്യമായി കേരളത്തിലെത്തുന്നത്. അവർ കോഴിക്കോട് സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാരത്തിന് അനുമതി തേടി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു 1684-ൽ അഞ്ചുതെങ്ങു അവർ പണിത കോട്ട. വേണാട് റാണിയുമായി ഉണ്ടാക്കിയ കരാറിലൂടെ അവർക്കിവിടെ കോട്ട പണിയാനും കച്ചവടം ചെയ്യാനും അനുവാദം ലഭിച്ചു. തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരും ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ മാർത്താണ്ഡവർമ്മയുമായി ബ്രിട്ടീഷുകാർ സഖ്യത്തിലായിരുന്നു. ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ മാർത്താണ്ഡവർമ്മയ്ക്ക് ആയുധങ്ങളും മറ്റും നൽകി സഹായിക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറായി. എന്നാൽ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന ധർമ്മരാജാവിന്റെ കാലമായപ്പോഴേക്കും ബ്രിട്ടീഷ് ഇടപെടലുകൾ ശക്തമായി. മൈസൂർ സുൽത്താനായ ടിപ്പുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാമെന്ന വാഗ്ദാനത്തിലൂടെ അവർ തിരുവിതാംകൂറിനെ ഒരു സാമന്ത രാജ്യമാക്കി മാറ്റി. 1795-ലും 1805-ലും ഒപ്പിട്ട ഉടമ്പടികൾ തിരുവിതാംകൂറിനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലാക്കി. വലിയൊരു തുക കപ്പമായി സബ്സിഡി നൽകാൻ രാജ്യം നിർബന്ധിതമായി. മലബാറിലെ ബ്രിട്ടീഷ് ഭരണം. മലബാറിന്റെ ചരിത്രം തിരുവിതാംകൂറിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. മൈസൂർ സുൽത്താൻമാരായ ഹൈദർ അലിയുമായും ടിപ്പു സുൽത്താനുമായും നടന്ന യുദ്ധങ്ങൾക്കൊടുവിൽ 1792-ലെ ശ്രീരംഗപട്ടണം സന്ധിയോടെ മലബാർ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. മലബാർ പ്രദേശം മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി മാറി. ഇതോടെ അവിടെ ബ്രിട്ടീഷ് നിയമങ്ങളും നികുതി വ്യവസ്ഥകളും കർശനമായി നടപ്പിലാക്കി. ഇത് സാധാരണക്കാരായ കർഷകരെയും ജന്മിമാരെയും ഒരുപോലെ ദുരിതത്തിലാക്കി. ആദ്യകാല പ്രതിഷേധങ്ങളും കലാപങ്ങളും. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നിന്ന് ആദ്യമായി ഉയർന്ന വലിയ പ്രതിഷേധം 1721-ലെ അഞ്ചുതെങ്ങ് കലാപമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ അഹങ്കാരത്തിനും ചൂഷണത്തിനുമെതിരെ നാട്ടുകാർ നടത്തിയ ഈ പോരാട്ടം ശ്രദ്ധേയമായിരുന്നു. കേരളസിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാർക്ക് മലബാറിൽ ഏറ്റവും വലിയ തലവേദനയുണ്ടാക്കിയത്. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ വയനാടൻ കാടുകളിൽ ഒളിപ്പോരാട്ടം നടത്തിയ അദ്ദേഹം ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പോരാളിയാണ്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് വെല്ലുവിളിയുയർത്തിയ മറ്റൊരു പ്രധാന വ്യക്തിയായിരുന്നു വേലുത്തമ്പി ദളവ. 1809-ലെ കുണ്ടറ വിളംബരത്തിലൂടെ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കൊച്ചിയിലെ പാലിയത്തച്ഛനും വേലുത്തമ്പി ദളവയ്ക്കൊപ്പം ചേർന്ന് ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ ശ്രമിച്ചു. എന്നാൽ സൈനിക ശക്തിയും ആധുനിക ആയുധങ്ങളുമുള്ള ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. സാമൂഹിക മാറ്റങ്ങളും വിദ്യാഭ്യാസവും. ബ്രിട്ടീഷ് ഭരണകാലത്താണ് കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വിത്തുകൾ പാകിയത്. മിഷണറിമാരുടെ വരവോടെ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ലഭിച്ചു. ഇത് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് അടിത്തറയിട്ടു. ഹെർമൻ ഗുണ്ടർട്ടിനെപ്പോലെയുള്ള മിഷണറിമാർ മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ വലുതാണ്. ആദ്യത്തെ മലയാളം നിഘണ്ടുവും പത്രവുമെല്ലാം ഈ കാലഘട്ടത്തിന്റെ സൃഷ്ടികളാണ്. 18 വിദ്യാലയങ്ങൾക്കൊപ്പം തന്നെ അലോപ്പതി ആശുപത്രികളും കോടതികളും കേരളത്തിൽ ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്. പരമ്പരാഗതമായ ശിക്ഷാരീതികൾക്ക് പകരം ബ്രിട്ടീഷ് നിയമവ്യവസ്ഥ ഇവിടെ നിലവിൽ വന്നു. സാമ്പത്തിക ചൂഷണം. വികസന പ്രവർത്തനങ്ങൾക്കിടയിലും ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം സാമ്പത്തിക ലാഭം മാത്രമായിരുന്നു. കേരളത്തിലെ തേയില, കാപ്പി, റബ്ബർ തോട്ടങ്ങൾ ബ്രിട്ടീഷ് കമ്പനികൾ കൈവശപ്പെടുത്തി. ഇവിടുത്തെ സമ്പത്ത് അവർ ഇംഗ്ലണ്ടിലേക്ക് കടത്തി. 20 മലബാറിലെ കർഷകർക്കുമേൽ അമിതമായ നികുതി ചുമത്തിയത് വലിയ ദാരിദ്ര്യത്തിന് കാരണമായി. ഇതാണ് പിന്നീട് പലപ്പോഴായി നടന്ന മാപ്പിള ലഹളകളിലേക്കും കർഷക പ്രക്ഷോഭങ്ങളിലേക്കും നയിച്ചത്. ഗതാഗതവും വാർത്താവിനിമയവും. തോട്ടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ തുറമുഖങ്ങളിൽ എത്തിക്കാനാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ റെയിൽവേയും റോഡുകളും നിർമ്മിച്ചത്. 1861-ൽ ബേപ്പൂരിനും തിരൂരിനുമിടയിൽ കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ പ്രവർത്തനം ആരംഭിച്ചു. റെയിൽവേയുടെ വരവോടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിച്ചു. ഇത് കച്ചവടത്തോടൊപ്പം തന്നെ മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും വർദ്ധിപ്പിച്ചു. സ്വാതന്ത്ര്യസമരവും കേരളവും. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ അലയൊലികൾ കേരളത്തിലുമെത്തി. 1921-ലെ മലബാർ കലാപം ബ്രിട്ടീഷ് ഭരണകൂടത്തെ നടുക്കിയ വലിയൊരു സംഭവമായിരുന്നു. ഇത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ തീവ്രത വെളിപ്പെടുത്തി. 24 വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും
കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയമായി ബോധവാന്മാരാക്കി. ജാതിവിവേചനത്തിനെതിരായ പോരാട്ടം സ്വാതന്ത്ര്യസമരത്തിന്റെ തന്നെ ഭാഗമായി മാറി. 1930-ലെ ഉപ്പു സത്യാഗ്രഹത്തിൽ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലേക്ക് നടത്തിയ മാർച്ച് കേരളത്തിലെ ഗാന്ധിയൻ പ്രസ്ഥാനത്തിന് വലിയ ഉണർവു നൽകി. വടക്കൻ കേരളം സ്വാതന്ത്ര്യസമരത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യം. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിടേണ്ടിവരുമെന്ന് ഉറപ്പായി. ഈ സമയത്ത് തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാജ്യമായി നിലനിർത്താൻ സി.പി. രാമസ്വാമി അയ്യർ ശ്രമിച്ചെങ്കിലും പുന്നപ്ര വയലാർ സമരത്തിലൂടെ ജനങ്ങൾ അതിനെ ചെറുത്തു. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ കേരളത്തിലെ ബ്രിട്ടീഷ് ഭരണത്തിനും അറുതിയായി. മലബാർ പ്രദേശം മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായും തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായും തുടർന്നു. പിന്നീട് 1949-ൽ തിരുവിതാംകൂർ കൊച്ചി ലയനവും 1956-ൽ ഭാഷാടിസ്ഥാനത്തിലുള്ള കേരള സംസ്ഥാന രൂപീകരണവും നടന്നു. ഇതോടെ കേരളം ഒരു ഏകീകൃത ഭരണത്തിന് കീഴിലായി. ബ്രിട്ടീഷ് ഭരണം കേരളത്തിന് നൽകിയത് നല്ലതും ചീത്തയുമായ ഓർമ്മകളാണ്. റെയിൽവേയും ആധുനിക വിദ്യാഭ്യാസവും അവർ നൽകിയപ്പോൾ മറുവശത്ത് നൂറ്റാണ്ടുകൾ നീണ്ട ചൂഷണവും അടിമത്തവും ജനങ്ങൾ അനുഭവിച്ചു. ഇന്നും നമ്മുടെ നഗരങ്ങളിലെ പല കെട്ടിടങ്ങളും നിയമങ്ങളും വിദ്യാഭ്യാസ രീതികളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശേഷിപ്പുകളായി നിലനിൽക്കുന്നു. ഒരു ചെറിയ വ്യാപാര സംഘത്തിൽ നിന്ന് ഒരു സാമ്രാജ്യമായി വളർന്ന ബ്രിട്ടീഷുകാരുടെ കഥ കേരളത്തിന്റെ ചരിത്രത്തിലെ മായാത്ത അധ്യായമാണ്.